ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാളനാണ്. കാളന് വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ച കായ ഇരിക്കുന്നുണ്ട്, തൈരുണ്ട്, പിന്നെ അരപ്പ് ഞാൻ ഓൾറെഡി അരച്ചു. കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ കൂട്ടിയിട്ട് അരച്ചിട്ട് ഞാൻ ആ അരപ്പാണ് ഞാനിപ്പോൾ ചട്ടിയിൽ ഇട്ടേക്കണത്. ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് തിളക്കട്ടെ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. തിളക്കട്ടെ. തൽക്കാലം ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ട് അരപ്പ് നല്ലോണം തിളക്കട്ടെ. അരച്ച് വെക്കണം. അപ്പം നമ്മുടെ അരപ്പ് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തൈര് ഒഴിക്കാൻ പോവാം. തൈര് പുളിക്കനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ വല്ലാണ്ട് പുളിയായാലും കറിക്കൊരു സുഖം ഉണ്ടാവില്ല, രസം ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ തന്നെ ഈ തൈരിൻ്റെ കൂടെ ഈ കായ ഇടുന്നുണ്ട്. സ്വല്പം തൈരും കൂടി ആവാം, കാരണം കുറച്ച് കൂടി കുറവാണ്. എന്നുള്ള ഉപ്പ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് ഇടണം കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ആവാം. ഇതിൽ കുരുമുളകും അതുപോലെ പച്ചമുളകും ഒക്കെ ഞാൻ നല്ലോണം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് മുളക് പൊടിയുടെ ആവശ്യം ഇല്ല, വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാന്നുള്ളൂ. ശരിക്കൊരു മഞ്ഞ കളർ തന്നെയായിട്ട് വേണത്. ഇനി ഒന്ന് കുറുകി വരട്ടെ. ഇനി നമ്മൾ ഏകദേശം ഇപ്പോൾ അത് കുറുക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കാളം കുറുക്കിയത്. ഇനി അതിലേക്ക് നമുക്ക് വറവ് ചേർക്കണം. വറവ് ചേർക്കാനായിട്ട് ഞാൻ ആദ്യം ഉലുവയാണ് ഇടുന്നത്. ഉലുവ ഇട്ട് 1 ടീസ്പൂണോളം കടുക്, നമുക്കത് കടുക് പൊട്ടിക്കഴിയാതെ കുറച്ച് വറ്റൽമുളക് ഇട്ടു. ഇനി 2 വേപ്പില, നമുക്കിത്
അപ്പോൾ കണ്ടോ കാളൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇത് പകർത്താം. റെഡി. ഇതുപോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്, ഇത് എൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കിയതാണ്. കാളൻ ഇതുപോലെ ഉണ്ടാക്കുക. ഓക്കെ.